വൈദ്യുതി വകുപ്പിൽ സ്ഥിരപ്പെട്ടവരാണ് 20 വർഷത്തിലേറെയായി നിയമപോരാട്ടവുമായി സർക്കാരിന്റെ മുൻപിൽ നിൽക്കുന്നത്. യോഗ്യതാ വ്യവസ്ഥ മറികടന്ന് നിയമിച്ച പെറ്റി കോൺട്രാക്ടർമാരെ ഒഴിവാക്കി 2017 യോഗ്യത നേടിയ 872 പേരെ സ്ഥിരപ്പെടുത്താനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. 2013 സെപ്റ്റംബറിൽ നിലവിൽ വന്ന റാങ്ക് പട്ടികയിൽ 15,000 പേരാണുണ്ടായിരുന്നത്. 2016-17 കാലയളവിൽ മസ്ദൂർ തസ്തികയിൽ കെ.എസ്.ഇ.ബി. നടത്തിയ നിയമനത്തിൽ 624 പേർ SSLC ജയിച്ചവരും 200-ലധികം പേർ ജില്ല മാറി നിയമനം നേടിയവരുമായിരുന്നു. എന്നാൽ PSC വിജ്ഞാപന പ്രകാരം SSLC ജയിച്ചവരും 4-ാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസമുള്ളവരും തസ്തികയ്ക്ക് യോഗ്യരല്ല. ഇത് പരിഗണിക്കാതെ നടത്തിയ കെ.എസ്.ഇ.ബി. നീക്കത്തിനെതിരെയായിരുന്നു നിയമപോരാട്ടം. ഞങ്ങളെപ്പോലെ തന്നെ ഏകദേശം ഒരു 450 പേരെങ്കിലും ഈ ലിസ്റ്റിൽ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഈ കയറിയവരിൽ തന്നെ ഒരു കൊല്ലം 6 മാസമൊക്കെയാണ് അവരൊക്കെ കയറിയത്. അവർ ആ സമയത്ത് തന്നെ ലിസ്റ്റ് പ്രായം കഴിഞ്ഞവർ പുറത്തു പോയെങ്കിൽ തന്നെ അവർക്ക് ബോർഡ് മുൻകാല പ്രാബല്യത്തോടുകൂടി 3 പേർക്ക് 3 ലക്ഷം രൂപ വീതം വെച്ച് ഇപ്പോൾ കൊടുത്തിട്ടുമുണ്ട്. ഇത് നിലവിൽ ഇപ്പം നടന്നേക്കുന്നത്. അപ്പം ഇതിനകത്ത് തന്നെ അഴിമതി എന്ന ഭയങ്കര വലിയ അഴിമതി നടന്നേക്കുന്നത്. നിയമം ലംഘിച്ച് വർഷങ്ങളായി തുടരുന്ന അനീതി തിരുത്തിക്കൊണ്ട് ജനുവരി 29-ന് ഹൈക്കോടതി പുതിയ വിധി പ്രസ്താവിച്ചു. 624 പേരെ ഉടൻ ജോലിയിൽ നിന്ന് നീക്കം ചെയ്ത് 10ാം ക്ലാസ് തോറ്റവരെ അടിയന്തരമായി നിയമിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ജോലിയിൽ പ്രവേശിക്കാൻ അർഹതയുണ്ടായിട്ടും പുറത്തായിപ്പോയ 60 കഴിഞ്ഞവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം.